എല്ലാവർക്കും നിശ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് CDSന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കമ്പൈൻഡ് ഡിഫൻസ് സർവീസിൻ്റെ എക്സാമാണ് ഈ CDS എന്ന് പറയുന്നത്. 2024 നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എയർഫോഴ്സ്, അതേപോലെ തന്നെ നേവി, അതേപോലെ തന്നെ ആർമിയിലോട്ട് ഓഫീസേഴ്സ് പോസ്റ്റിലോട്ട് ആഗ്രഹിക്കുക, അങ്ങനെയുള്ള ജോലി കിട്ടാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് പറ്റിയൊരു അവസരമാണ് ഇപ്പോൾ ദേ വന്നിരിക്കുന്നത്. UPSC ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ UPSC ആണ് നടക്കുന്നത്. യൂണിയൻ സർവീസ് പബ്ലിക് സർവീസ് കമ്മീഷനാണ് നടക്കുന്നത്. ഇതിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സ്ത്രീകൾക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും, ഫീമെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കുറച്ച് പോസ്റ്റുകൾക്ക് അവർക്കും എന്തുണ്ട്, റിസർവേഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒഫീഷ്യൽ സൈറ്റ് പറയുന്നത് upsc.online.nic.in എന്നാണ് ഇതിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ കയറി നമ്മൾ വൺ ടൈം രജിസ്റ്റർ ചെയ്യാം. വൺ ടൈം രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് അവർ പറയുന്നതെന്ന് പറയുന്നത് 16/1/2024 അപ്പോൾ നമ്മൾ വൺ ടൈം രജിസ്റ്റർ ചെയ്തവർക്കാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ നമുക്ക് വേക്കൻസീസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ലാസ്റ്റ് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു എക്സാമിനും ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യൽ പോകരുത്. അപ്പോൾ അതിന് മുൻപ് തന്നെ ഡിസംബർ 20 2023 ഡിസംബർ 20 ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് പറയാൻ നോക്കിക്കേ, 2024 ജനുവരി 9 വരെയാണ്. ഒരു മാസം ഇല്ല നമുക്ക് എക്സാമിന് ഈ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഉടനടി തന്നെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് ഓർത്ത് വെക്കണം. ജനുവരി 9 2024 6 മണി വരെ നിങ്ങൾക്ക് എന്തുള്ളൂ, ലാസ്റ്റ് ഡേറ്റ് ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പം ഇതിൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകളുണ്ട്. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നോക്കിക്കേ, വേക്കൻസീസ് നോക്കാം. വേക്കൻസീസ് എപ്പോഴും നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂണിലോട്ട് 100 വേക്കൻസിയാണ് പറയുന്നത്. 100 വേക്കൻസി ഉണ്ട്. ഇത് ആക്ച്വലി 13 വേക്കൻസി NCC C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ആർമി വിങ്ങിൽ NCC C സർട്ടിഫിക്കറ്റ് ഉള്ള കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള റിസർവ്ഡ് ആണ് 13 സീറ്റ്. ബാക്കി 100, ടോട്ടൽ 100 സീറ്റാണുള്ളത്. അപ്പോൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി ഡെറാഡൂൺ ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി 2025 കൂടിയാണ്. ഇപ്പോൾ ഒരു വർഷം ഉണ്ടായിരുന്നു ടൈം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇന്ത്യൻ നേവൽ അക്കാഡമി ഏഴിമലയിൽ മൊത്തം 32 വേക്കൻസിയാണ്. ഇവിടെയും NCC കാൻഡിഡേറ്റ്സിൻ്റെ റിസർവേഷൻ ഉള്ളത് 6 സീറ്റാണ്. NCC C സർട്ടിഫിക്കറ്റ് ഏത് വിങ്ങിലായിരിക്കണം, നേവൽ വിങ്ങിലായിരിക്കണം. അതേപോലെ എയർഫോഴ്സ് അക്കാഡമിയിൽ എന്താണ്, NCCക്ക് 3 വേക്കൻസിയാണ്. എയർ വിങ് NCCയിൽ C സർട്ടിഫിക്കറ്റ് ഉള്ള കാൻഡിഡേറ്റ്സിനാണ് ഇതിൻ്റെ റിസർവേഷൻ ഉള്ളത്. അത് മുഴുവനും 32 വേക്കൻസീസാണ് ഉള്ളത്. നോക്കിക്കേ, അപ്പം മിലിറ്ററി അക്കാഡമിയിൽ 100, ഇന്ത്യൻ നേവൽ അക്കാഡമി 32, ഏഴിമലയിലുള്ള അതുപോലെ തന്നെ എയർഫോഴ്സ് അക്കാഡമി ഹൈദരാബാദിൽ 32. ഇതിൽ 3 പേർക്കും പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്തത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി ചെന്നൈയിൽ മെയിൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് മുഴുവനും 275 ആണ് അവരുടെ വേക്കൻസി എന്ന് പറയുന്നത്. 275. ഓക്കെ. അപ്പോൾ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലാണ് ഏറ്റവും കൂടുതൽ വേക്കൻസി വിളിക്കുന്നത്. 275 വേക്കൻസിയാണുള്ളത്. ഇനി അടുത്തത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റിൻ്റെ വേക്കൻസി പറയുന്നത് 18 വേക്കൻസിയാണ് കേട്ടോ. ഇവിടെയാണ് നമുക്ക് പെൺകുട്ടികൾക്ക് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ടോട്ടൽ 487 വേക്കൻസിയാണ് CDS വിളിച്ചിരിക്കുന്നത്. അപ്പം 457 അത്യാവശ്യം വേക്കൻസി ഉണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് നോക്കാം. നോക്കിക്കേ, ഇതിൻ്റെ എക്സാമിൻ്റെ സ്കീം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റ് പറയുന്നത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയും നേവൽ അക്കാഡമി എയർഫോഴ്സ് അക്കാഡമിയുടെ സിലബസ് അല്ലെങ്കിൽ അതിൻ്റെ എക്സാം പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് 2 മണിക്കൂർ എക്സാമാണ്. 100 മാർക്കിനാണ് ഇംഗ്ലീഷിൻ്റെ എക്സാം പറയുന്നത്. അതേപോലെ ജനറൽ നോളജ് 2 മണിക്കൂർ, മാക്സിമം 100 മാർക്കാണ്. ഇനി അടുത്തത് എലമെൻ്ററി മാത്തമാറ്റിക്സ് 2 മണിക്കൂർ 100 മാർക്കാണ് മാക്സിമം മാർക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മുടെ ട്രെയിനിങ് അക്കാഡമി, ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി നമ്മൾ പറഞ്ഞില്ലേ പെൺകുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള പോസ്റ്റ്, അതിൽ ഇംഗ്ലീഷും ജനറൽ നോളജും മാത്രമേ ഉള്ളൂ. 100 200 മാർക്കാണ്. 2 മണിക്കൂർ തന്നെയാണ് ടൈമും പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ജനറൽ നോളജ് മാത്രമേ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിലോട്ടുള്ളൂ. ബാക്കി ഇംഗ്ലീഷ് ജനറൽ നോളജ് അതുപോലെ തന്നെ എലമെൻ്ററി മാത്തമാറ്റിക്സ് 100 100 100 300 മാർക്കിനാണ് എക്സാം പറയുന്നത്. മൊത്തം 6 മണിക്കൂറാണ് കേട്ടോ ടൈം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കിട്ടും. ഇനി അടുത്തത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് സൈറ്റിൽ കൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒഫീഷ്യൽ സൈറ്റായിട്ടുള്ള upsc.online.nic.in എന്നുള്ള വെബ്സൈറ്റിലാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ നടത്തണം കേട്ടോ. വൺ ടൈം രജിസ്ട്രേഷൻ നടന്നിട്ട് എന്താണ് നമ്മൾ പിന്നീടാണ് വേക്കൻസിയിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ
IMA അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലും അൺമാരീഡ് മെയിൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ജനുവരി 2, 2001 ശേഷം ജനിച്ചവരും അതേപോലെ തന്നെ ജനുവരി 1, 2006 മുൻപ് ജനിച്ചവരും ആയിരിക്കണം. അപ്പോൾ ഈ അവരുടെ ഒരു ബർത്ത് ഡേറ്റ് എന്ന് പറയുന്നത് 2001 ജനുവരി 2 2006 ജനുവരി 2 ഇടയിലായിരിക്കും, ജനുവരി 1 ഇടയിലായിരിക്കണം. ആ കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ മിലിറ്ററി അക്കാഡമിയിലാണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ചെക്ക് ചെയ്യണം. ഇനി ഇന്ത്യൻ നേവൽ അക്കാഡമി ആണെങ്കിലും ഇതേപോലെ തന്നെയാണ് 2001 ജനുവരി 2 ശേഷവും 2006 ജനുവരി 1 മുൻപേയുമായിരിക്കണം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരേണ്ടത്. ഇനിയും എയർഫോഴ്സ് അക്കാഡമിയിലോട്ട് 20 മുതൽ 24 വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത്. ജനുവരി 1 തന്നെയാണ് അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനിയും അപ്പം 24 വയസ്സാണല്ലോ മാക്സിമം ഏജ് എന്ന് പറയുന്നത്. ഇനിയും ഇപ്പം നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള ഒരു കറണ്ട് കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 26 വയസ്സാണ്. എത്രയാണ്? 26 വയസ്സ്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ടതാണ് കേട്ടോ. നിങ്ങൾ നോട്ട് ചെയ്ത് ഓർത്ത് വയ്ക്കേണ്ടതാണ് കേട്ടോ. ക്ഷമിക്കണം. അതിനുശേഷം നമ്മുടെ എന്താണ് ഇതിൻ്റെ വേക്കൻസികളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. കാൻഡിഡേറ്റ് 25 വയസ്സിന് താഴെയാണ്, അൺമാരീഡ് ആണെങ്കിൽ ഇവർക്ക് ഈ ട്രെയിനിങ്ങിൻ്റെ ടൈമിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല. ആ കാര്യം ഒന്ന് മെൻഷൻ ചെയ്ത് നോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. മാരീഡ് കാൻഡിഡേറ്റ് ആണെങ്കിൽ 25 ഇയേഴ്സ് എബോ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ട്രെയിനിങ് പീരീഡിൽ അവർക്ക് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റില്ല, ഫാമിലി മെമ്പേഴ്സിനുള്ള അക്കോമഡേഷൻ പോസിബിൾ ആവുന്നില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 25 വയസ്സിന് താഴെയുള്ള മെയിൽ കാൻഡിഡേറ്റ് അൺമാരീഡ് ആവണമെന്നും പറയുന്നുണ്ട്. ഇനി മാരീഡ് ആയിട്ടുള്ള 25 വയസ്സിന് മുകളിലുള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ഫാമിലിക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്തില്ല എന്നവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മുടെ ക്വാളിഫിക്കേഷനാണ്. അതെന്തായാലും നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ക്വാളിഫിക്കേഷൻ പറയുന്നത് IMA അതായത് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിലോട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത്. ഏത് ഡിഗ്രി ആണെങ്കിലും അവർ അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. ഡിഗ്രി ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻ്റ് ആണ് പറയുന്നത്. ഇനി അടുത്തത് ഇന്ത്യൻ നേവൽ അക്കാഡമി ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവരാണ് ഇന്ത്യൻ നേവൽ അക്കാഡമിയിലോട്ട് അപ്ലൈ ചെയ്യേണ്ടത്. ഇനി അടുത്തത് എയർഫോഴ്സ് അക്കാഡമി ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സും ഇപ്പം ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ അവർ +2 ലെവലിൽ ഫിസിക്സും മാത്സും പഠിച്ചിട്ടുള്ള കുട്ടികളായിരിക്കണം. അതുപോലെ അല്ലെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം, ബാച്ചിലർ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം, അതായത് അവർക്ക് BTech ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് ഈ എയർഫോഴ്സിൻ്റെ കാര്യം പറയുന്നത്. എയർഫോഴ്സിൽ അത് മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഡിഗ്രി എന്ത് ക്വാളിഫിക്കേഷൻ നിങ്ങൾ ഫിസിക്സും മാത്സും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ഇതേപോലെയുള്ള റെയിൽവേ അല്ലെങ്കിൽ SSC എക്സാമുകൾക്ക്, നാഷണൽ ലെവൽ എക്സാമുകൾക്ക് കോച്ചിങ് കൊടുക്കുന്ന ദിശ അക്കാഡമിയിൽ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസ് നമ്മുടെ ഈ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഓഫ്ലൈനിലായിട്ടും ഓൺലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞാൽ കൊട്ടാരക്കര, കോഴിക്കോട്, ട്രിവാൻഡ്രത്ത് ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഇനി ഓൺലൈൻ ബാച്ചുകളാണ്, നിങ്ങളിപ്പം കോളേജിലൊക്കെ പഠിക്കുകയാണ്, ഈ CDSനൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, ചൂസ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ ക്ലാസ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലൈവ് ക്ലാസ്സസ് ആയിട്ടാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇതുകൂടാതെ എന്തുകൊണ്ടും നമുക്ക് റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ്. ഒരു ഓൺലൈൻ മെൻറ്റർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഓൺലൈൻ മെൻറ്റേഴ്സും അവൈലബിൾ ആയിരിക്കും. ഇനി ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ വന്ന് പഠിച്ച് എക്സാമിന് നെക്സ്റ്റ് ടൈം എക്സാമൊക്കെ വരുന്ന ഒരുപാട് എക്സാമുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് എന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ സെൻറ്റേഴ്സിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ദിശ അക്കാഡമിയുടെ. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.